നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 813th day. Today 5th sloka of 4th Pradhama Skandam 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 813 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാദുയാന്തം ഋഷിമാത്മജമപ്യനഗ്നം ദേവ്യോ ഹ്രിയാ പരിദദുർനസുതസ്യ ചിത്രം തദ്വീച്യ പൃച്ഛതി മുനോ ജഗദുസ്തവാദി. ഓം ശ്രീകൃഷ്ണായ നമഃ. തദ്വീച്യ പൃച്ഛതി മുനോ ജഗദുസ്തവാസ്തി സ്ത്രീപുംബിധാനതു സുതസ്യ വിവിക്തദൃഷ്ടേ. ഓം തത്സത്. ദൃഷ്ട്വാദു യാന്തം ഋഷിമാത്മജമപ്യനഗ്നം ദേവ്യോ ഹ്രിയാ പരിദദുർന സുതസ്യ ചിത്രം തദ്വീച്യ പൃച്ഛതി മുനോ ജഗദുസ്തവാസ്തി ശ്രീപുംബിധാനതു സുതസ്യ വിവിക്തദൃഷ്ടേ. ഓം തത്സത്. ദൃഷ്ട്വാ തു കണ്ടിട്ടോ, യാന്തം സഞ്ചരിക്കുന്നവനും, ആത്മജം പുത്രനും, പുത്രനെ ആത്മജം പുത്രനെ, അഭ്യം അഭി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, നഗ്നം വസ്ത്രമില്ലാതെ നഗ്നനായിട്ട്, ദേവ്യോ ദേവിമാർ ദേവിമാർ, ഹ്രിയ ലജ്ജ കൊണ്ട്, പരിദതു എന്ന് പറഞ്ഞാൽ ആച്ഛാദനം ചെയ്തു, ലജ്ജ കൊണ്ട് വസ്ത്രത്തെ ആത്മജ ചെയ്തു. ന സുതസ്യ ന പരിദതു, അതായത് ആച്ഛാദനം ചെയ്യുക. പരിദതു എന്ന് പറഞ്ഞാൽ ആച്ഛാദനം ചെയ്തില്ല. ആത്മജം പുത്രനെ, സുതസ്യ ചിത്രം, സുതസ്യ എന്ന പുത്രൻ്റെ ചിത്രം ആശ്ചര്യജനകമായ, തദ് എന്ന് പറഞ്ഞാൽ അതിനെ, വീക്ഷ്യ കണ്ടിട്ട്, മുനി പൃച്ഛതി ചോദിച്ചപ്പോൾ, ജഗത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, മറുപടി പറഞ്ഞതാണ്. ജഗതു അസ്ഥി. ഇപ്രകാരം സ്ത്രീപുംബിത, സ്ത്രീ പുരുഷഭേദം, നതു ഇല്ല, സുതസ്യ പുത്രന്, വിവിക്ത ദൃഷ്ടേ പരിശുദ്ധ ഭാവനയോട് കൂടിയ പുത്രന്, അതായത് വിവിക്ത ദൃഷ്ടേ സുതസ്യ നതു, അങ്ങനെയാണ് അവിടെ വരിക. അതായത് പരിശുദ്ധ ഭാവനയോട് കൂടിയ പുത്രന് സ്ത്രീ പുരുഷഭേദം ഇല്ല, എന്നാൽ അങ്ങയ്ക്കുണ്ട്. അതായത് ഒരു ദിവസം അപ്സര സ്ത്രീകൾ വസ്ത്രം ധരിക്കാതെ ജലക്രീഡ ചെയ്യുന്ന അവസരത്തിൽ ശ്രീശുക ബ്രഹ്മർഷി അതിലേക്കൂടി പോയി. ശ്രീശുക ബ്രഹ്മർഷി പോകുമ്പോൾ ആ സ്ത്രീകൾ ഒരു ഭാവഭേദവും കൂടാതെ നഗ്നരായി തന്നെ കുളിച്ചു. എന്നാൽ പിന്നാലെ തന്നെ പോകുന്ന മഹർഷിയെ കണ്ടപ്പോൾ അവർ വസ്ത്രമെടുത്ത് പെട്ടെന്ന് പരിഭ്രമത്തോടു കൂടി വസ്ത്രം എടുത്തു ധരിച്ചു. അപ്പോൾ അത് കണ്ട വ്യാസമുനി തൻ്റെ പുത്രൻ ചെറുപ്പക്കാരനാണ്, യൗവനയുക്തനായ തൻ്റെ പുത്രൻ പോകുമ്പോൾ നിങ്ങൾ വസ്ത്രം എടുത്ത് ധരിച്ചില്ല, നിങ്ങൾക്ക് ലജ്ജയുണ്ടായില്ല. എന്നാൽ ഞാൻ വയസ്സനായിട്ടുള്ള ഞാൻ വരുമ്പോൾ നിങ്ങൾ വസ്ത്രം എടുത്തു ധരിച്ചു, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ആ ദേവിമാർ ഇപ്രകാരം പറഞ്ഞു.
അതായത് പരിശുദ്ധ ഭാവനയോട് കൂടിയിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷിക്ക് പുരുഷ സ്ത്രീ ഭേദമില്ല. അദ്ദേഹത്തിന് പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ല. ലോകം മുഴുവൻ ബ്രഹ്മമാണ്, ബ്രഹ്മമയമായിട്ടാണ് ശ്രീശുക ബ്രഹ്മർഷി കാണുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായ നിങ്ങൾക്ക് സ്ത്രീ പുരുഷ ഭേദമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നി, ശ്രീശുക ബ്രഹ്മർഷിയെ കാണുമ്പോൾ ലജ്ജ ശേഷം തോന്നിയില്ല എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഭഗവാൻ ജലക്രീഡ ചെയ്യുന്ന ഗോപസ്ത്രീമാരെ ദേഹബോധം പരിശുദ്ധമായി എല്ലാം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭഗവാൻ തന്നെയാണ് സർവസ്വവും. ഭഗവാനോട് നാം ഐക്യം പ്രാപിച്ചാൽ പിന്നെ ഭഗവാന്റെ മുമ്പിൽ നമുക്ക് ലജ്ജയുണ്ടാവുകയില്ല, ശരീരബോധം അശേഷം ഉണ്ടാവുകയില്ല. ആ ശരീരബോധം നശിപ്പിക്കുവാനായിരുന്നു ഗോപസ്ത്രീകളുടെ വസ്ത്രം ഹരിച്ച് ഭഗവാൻ അവരെ കൊണ്ട് വസ്ത്രം കൈനീട്ടി വാങ്ങിപ്പിച്ചത്. ശ്ലോകം ഒരിക്കൽ കൂടി. ദൃഷ്ട്വാദുയാന്തമൃഷിമാത്മജമപ്യനഗ്നം ദേവ്യോ ഹ്രിയാ പരിദദുർനസുതസ്യ ചിത്രം തദ്വീക്ഷ്യ പൃച്ഛതി മുനോ ജഗദുസ്തവാധി സ്ത്രീപുംബിത നദു സുതസ്യ വിവിക്തദൃഷ്ടേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.